ഹലോ ഗൈസ്, ഡ്രീംസ് ഓഫ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ SR35 എന്ന് പറയുന്ന ഒരു മോണിറ്ററിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആൻഡ് യൂസർ എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ അത് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ടൊരു ടൈം ലാപ്സ് പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. കാരണം ഇത് വാങ്ങുന്ന ആളുകൾക്ക് അത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. കാരണം ഞാൻ ഇത് വാങ്ങുന്നതിന് മുന്നേ ഇങ്ങനത്തെ 1-2 വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത് മനസ്സിലാക്കിയത്. പിന്നെ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ, അതായത് ഒരു 10,000 ഒരു 9,000 രൂപയുടെ ഇടയ്ക്ക് ഒരു മോണിറ്റർ ചൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. കാരണം ഇത് ഞാൻ ചൂസ് ചെയ്തതിനും ഒരു കാരണം ഉണ്ടാകും. കാരണം ഈ റേഞ്ചിന് കിട്ടുന്ന ഏറ്റവും നല്ല മോണിറ്റർ ആയതുകൊണ്ടായിരിക്കും ഞാൻ ഇത് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ റേഞ്ചിന് കിട്ടുന്ന മറ്റൊന്ന് 2 മോണിറ്റേഴ്സ് ഉണ്ട്, LGയുടെ മോണിറ്റേഴ്സ്. അതൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് കമ്പയറും ചെയ്ത് നോക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. സോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതൊക്കെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമുള്ള അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജും എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട്, ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തതായിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്. എന്നിട്ട് പിന്നെ റീപാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. നിങ്ങൾ ആ ഒരു അൺബോക്സിങ് ആൻഡ് ഫിറ്റിങ് കണ്ടിട്ടുണ്ടാവും. അപ്പം വലിയ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പണിയൊന്നുമില്ല അത് ഫിറ്റ് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനൊപ്പം വരുന്ന സാധനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് SR35 ആണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂ ജെൻ എന്തതും വന്നിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അവർ ഇറക്കിയത് ഇതിൻ്റെ ഈ ഒരു മോഡലിൽ തന്നെ SR35 എന്ന് പറഞ്ഞ 2 മോഡൽസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വാങ്ങിയത് സെയിം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെക്ക് ചെയ്യാം. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. LS22R3 അങ്ങനെ കുറച്ച് മോഡൽ നെയിമാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. 21.5 ഇഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇവർ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു ബോർഡർലെസ് ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട് ഇവർ. ഇത് ബോർഡർലെസ് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടാവും. അടിപൊളി ബോർഡർലെസ് ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്ന ഒരു ഭാഗം കുറച്ചുണ്ടെന്നേ ഉള്ളൂ. അവിടെ ആ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കാണുന്ന സമയത്ത് നമുക്കൊരു സ്റ്റീല്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. പിന്നെ സൈഡ്സ് നോക്കുകയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള ബസിൽസാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് നമ്മളൊരാൾ കാണുന്ന സമയത്ത് അടിപൊളി ഇംപ്രഷൻ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ AMD GPU അല്ലാന്നുണ്ടെങ്കിൽ AMD APUs ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രീ സിങ്ക് വരുന്നുണ്ട്. ഓക്കെ, G സിങ്ക് വരുന്നില്ല. അതായത് NVIDIA യൂസ് ചെയ്യുന്ന ആളുകൾക്ക് G സിങ്ക് വരുന്നില്ല, ഫ്രീ സിങ്ക് ആണ് വരുന്നത്. ഇപ്പം ഇറങ്ങുന്ന മിക്ക മോണിറ്റേഴ്സിലും G സിങ്ക് വരാറില്ല, ഫ്രീ സിങ്ക് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിന്. പിന്നെ ഇതിൽ ഗെയിം മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ആ എഡ്ജസ് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തരും. അപ്പോൾ നമുക്ക് ഈ ഷാഡോ ഓഫ് ദി ടോം റൈഡർ ഒക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് 75 Hz റിഫ്രഷ് റേറ്റ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം നല്ല ഗ്രാഫിക് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ
60 ഹെർട്സിൻ്റെ മോണിറ്റർ വാങ്ങുന്നത് ജസ്റ്റ് ബുൾഷിറ്റാണ്. നിങ്ങൾ ഒന്നെങ്കിൽ 75 ചൂസ് ചെയ്യുക. അത് നല്ലൊരു കാർഡ്, അതായത് ഒരു 16-15 സൂപ്പറിൻ്റെ മേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്ക ഗെയിംസിനും FPS കിട്ടുന്നത് ഒരു 100 FPS ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നിങ്ങളൊരു 144 ഹെർട്സിൻ്റെ മോണിറ്റേഴ്സൊക്കെ വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 75 ഹെർട്സിൻ്റെ മോണിറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ റെസ്പോൺസിബിൾ ടൈം എന്ന് പറയുന്നത് 5 ms ആണ്. ഇപ്പം ചില ഏസറിൻ്റെ മോണിറ്റേഴ്സിനൊക്കെ 2 ms 1 ms ഒക്കെ ഉള്ള മോണിറ്റേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ 5 ms ആണ്. പിന്നെ ഐ പ്രൊട്ടക്റ്റിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ റീഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് എന്താ പറയുക ഒരു ഇത് കൂടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണ് വലുതായിട്ട് സ്ട്രെയിൻ എടുക്കില്ല. പിന്നെ ഫ്ലിക്കർ ഫ്രീ ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ പ്രീമിയം ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സാംസങ്ങിൻ്റെ ഡെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ തന്നെ ഒരു കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യുക, ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യുക. അപ്പം ആ ഒരു പ്രീമിയം ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സാംസങ് ഡെക്സ് ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പനി പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള വരുന്നത്. ഇനി നമുക്ക് എൻ്റെ ആ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഞാൻ അപ്പോൾ ഏകദേശം ഇതൊരു 1-2 മാസം ഇത് യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം ഒരു മോണിറ്റർ ആകുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേ ആണല്ലോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, എന്നിട്ടാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു LED മോണിറ്റർ ആണ്. LED IPS പാനലാണ് വരുന്നത്. അതുപോലെ തന്നെ 75 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നമ്മൾ സാംസങ്ങിൻ്റെതായതുകൊണ്ട് എടുത്തു പറയേണ്ടതില്ല, ഡിസ്പ്ലേസിൽ എപ്പോഴും ലീഡ് ചെയ്യുന്നത് സാംസങ് തന്നെയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ ആയാലും മോണിറ്റർ ആയാലും TV ആയാലും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ പ്രോഡക്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി ഡിസ്പ്ലേസ് ആണ്. പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ SRGB സർട്ടിഫൈഡ് അല്ല. അതായത് ഇപ്പം എഡിറ്റിംഗ് ഒക്കെ കണ്ടന്റ് ക്രിയേഷനൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് കളേഴ്സ് അത്ര അക്യുറേറ്റ് ആയിരിക്കില്ല. എന്നാലും മറ്റേ മോണിറ്റേഴ്സിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല കളർ അക്യുറേറ്റ് ആണ്. ബട്ട് SRGB സർട്ടിഫൈഡ് അല്ല. എന്നാലും കണ്ടന്റ് ക്രിയേഷനൊക്കെ അടിപൊളിയാണ്. നമുക്ക് കളറൊക്കെ മാക്സിമം അക്യുറേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ റീസെൻ്റ്ലി ഇട്ട 2 വീഡിയോസ് ഈ ഒരു മോണിറ്റർ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കളർ ഗ്രേഡിംഗ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഞാൻ പ്രീമിയറും അതുപോലെ തന്നെ ഡാവിൻസി റിസോൾവും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കളർ ഗ്രേഡിങ്ങിനൊക്കെ അത്യാവശ്യം ഒരു കളർ അക്യുറൻസി ഒക്കെ ഇതിൽ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമേജ് ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട്. ഭയങ്കര ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ തരുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്ലാക്ക് കളർ ഞാൻ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ചില മോണിറ്റേഴ്സിലൊക്കെ ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞാലും ആ ഒരു പിക്സൽസ് വർക്കിംഗ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ബ്ലാക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ വീഡിയോസിലൊക്കെ ബ്ലാക്ക് ഭാഗം വരുന്നത് ഇതിൻ്റെ പിക്സൽസ് ഓഫ് ആവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ആ ബ്ലാക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഡിസ്പ്ലേ ഓഫ് ആക്കിയ പോലെയാണ്. കാരണം പിക്സൽസ് ഒക്കെ പറ്റാ ഒരു ഡിം ആവുന്നുണ്ട്. പിന്നെ ഇതിലൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ടുള്ളത്, എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ മേളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. ഇപ്പം ഇവിടെ 2 ലൈറ്റ് ഉണ്ട്, 40 വാട്ട്സിൻ്റെ ലൈറ്റ്സ് ഉണ്ട്. ആ ലൈറ്റ്സ് ഇതിമൊക്കെ അടിച്ചിട്ടും ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ക്യാമറയിലോട്ടൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് റിഫ്ലക്റ്റിംഗ് അല്ല. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിന് മേലുള്ള ഒരു കോട്ടിങ് റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ അല്ല, ഒരു മാറ്റ് ഫിനിഷാണ്. ഓക്കെ, ഒരു നമുക്ക് ഗ്ലോസി ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് വെബ് ക്യാം യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് ലൈറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കില്ല. ഇത് ഭയങ്കര ഒരു മാറ്റ് സർഫസ് ആണ്. നിങ്ങൾക്ക് ഒരു സാമ്പിളിന് ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അതിൽ ഞാൻ ആ ഫോൺ കൊണ്ട് ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നില്ല, അത് അതിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. കാരണം നമ്മൾ ഗെയിമിംഗ് PC ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആ ഒരു ARGB ഫാൻസിൻ്റെ LED, അതുപോലെ തന്നെ നമ്മുടെ കേസിൻ്റെ LED, അതുപോലെ തന്നെ നമ്മുടെ കേസിൻ്റെ RGB സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നമ്മുടെ കണ്ണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. അത് ഭയങ്കര വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വൈസ് പറയാം. ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു ഡിസഡ്വാൻറ്റേജ് ഒന്നും ബിൽഡ് ക്വാളിറ്റിയിലില്ല. പിന്നെ ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കാണ്. ഞാൻ ഫസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചത് LGയുടെ ഒരു മോണിറ്റർ ആയിരുന്നു, ഇത് റേറ്റ് ഒക്കെ വരുന്നത്. പക്ഷേ ഇതിലേറെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അതിൻ്റെ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ലുക്ക് ഒരു അടിപൊളി ലുക്കാണ്. കാരണം ഇതിൻ്റെ സ്റ്റാൻഡ് ആയാലും അതുപോലെ തന്നെ മോണിറ്ററിൻ്റെ ലുക്കൊക്കെ നോക്കിയാൽ അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ബോർഡർലെസ് ആണ്, ഭയങ്കര തിന്നായിട്ടുള്ള ബസിൽസ് ആണ് ഇതിൽ വരുന്നത്.
അടുത്ത നമുക്ക് ഇതിൻ്റെ പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് തന്നെ വരുന്ന പോർട്ട് എന്ന് പറയുന്നത് ഒരു 14 വാൾട്ടിൻ്റെ ഒരു DC പോർട്ടാണ് പവർ കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കൊരു ഡി സബ് പോർട്ടും വരുന്നുണ്ട്, VGA പോർട്ട്, പിന്നെ ഒരു HDMI പോർട്ടും. ഡിസ്പ്ലേ പോർട്ട് ഇതിൽ വരുന്നില്ല. ഈ ഒരു റേഞ്ചിന് കിട്ടുന്ന മിക്ക മോണിറ്റേഴ്സിനും ഡിസ്പ്ലേ പോർട്ട് ഇല്ല. ഒരു 15,000 രൂപയുടെ മുകളിലുള്ള മോണിറ്റേഴ്സിനാണ് ഡിസ്പ്ലേ പോർട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഒരു പവർ ഓഫ് പവർ ഓൺ ബട്ടൺ ആണ്. അത് വെറും ഒരു പവർ ഓഫ് ബട്ടൺ അല്ല, ഇതൊരു കൺട്രോളർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാ അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാൾ മൗണ്ടബിൾ ആണ്. അതിനുള്ള സംഭവങ്ങളൊന്നും ഇതിനൊപ്പം തന്നെ തരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ആയിട്ട് ഇത് വെർട്ടിക്കലി ഒക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണലി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് പ്ലേസ് ചെയ്യാനായിട്ട് അതിനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ കേബിൾ മാനേജ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഇതിന്റെ ആ ഒരു ഹോൾസ് കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് ഇതിന്റെ സ്റ്റാൻഡിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കേബിൾസ് ഒക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുറേ ഹോൾസും അതുപോലെ തന്നെ അതിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിൾ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോണിറ്റർ ചൂസ് ചെയ്യാം. കാരണം വയർസ് ഒന്നും വലുതായിട്ട് എടുത്ത് കാണില്ല. അത് ഞാൻ എൻ്റെ സെറ്റപ്പ് വീഡിയോ കാണിച്ചു തരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം അത് ഈ ഒരു വീക്കോ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന സെറ്റിംഗ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കൺട്രോളറിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും വരിക. ഫസ്റ്റ് തന്നെ ഉള്ളത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ പോകാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പം അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് HDMIയിൽ നിന്ന് VGAയിലോട്ടും VGAയിൽ നിന്ന് HDMI അങ്ങനത്തെ ആ ഒരു സോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൻ്റെ അടിയിലായിട്ട് നോക്കുകയാണെങ്കിൽ പവർ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൻ്റെ കുറച്ച് മേളിലായിട്ട് ഇവിടെ കാണുന്നത് ഐസേവർ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ, നമ്മുടെ കണ്ണിന് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള തരത്തിലൊരു യെല്ലോയിഷ് ടിൻറ്റ് വരും. ഓക്കെ, ഓഫ് ചെയ്യാൻ സിംഗിൾ ടാപ്പ് ചെയ്താൽ. ഓക്കെ, പിന്നുള്ളതിൻ്റെ മുകളിലുള്ള ആ ഒരു സെറ്റിങ്സ് ആണ് മെയിനായിട്ടുള്ളതിൻ്റെ സെറ്റിങ്സ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്ന മോഡിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, അതിൻ്റെ ഷാർപ്നെസ്, പിന്നെ അതുപോലെ തന്നെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതും, പിന്നെ ഐസേവർ മോഡ് ഓൺ ആക്കാനും ഗെയിം മോഡ് ഓൺ ആക്കാനും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗെയിം മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ടോ. അതിൻ്റെ ഈ ഒരു സൈഡൊക്കെ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഈ ഒരു സൈഡ് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ റെസ്പോൺസിബിൾ ടൈം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ പിക്ചർ എന്ന് പറയുന്ന ഒരു മോഡിൽ. അടുത്തത് ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മോഡാണ്. അതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ട്രാൻസ്പെറൻസി ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനും പിന്നെ ഡിസ്പ്ലേ ടൈം സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അടുത്ത സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ നമുക്ക് തന്നെ ഒന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ളൊരു മോഡാണ്. അതായത് കളർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡാണ്. അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ബ്ലാക്ക് ഒക്കെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീസിങ് എനേബിൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ PC-യിലല്ല, PC സ്റ്റുഡിയോയിലല്ല. സോ അതുകൊണ്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് TV ബോക്സിലാണ്, അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ വരാത്തത്. പിന്നെ ഓഫ് ടൈമറും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്കിതിൽ കാണാൻ പറ്റും ഇതിൻ്റെ മോഡലും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ റിഫ്രഷിങ് റേറ്റ് കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ TV ബോക്സിലായതുകൊണ്ട് തന്നെ ഇത് 60 Hz മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എൻ്റെ TV ബോക്സ് PC-യിലാണെങ്കിൽ 75 എന്ന് കാണിക്കും. അതുപോലെ തന്നെ നമ്മളെ റെസൊല്യൂഷനും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ് നോക്കുന്ന സമയത്ത് എനിക്ക് എടുത്തു പറയാനുള്ള അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മാറ്റ് സർഫസ് ആണ്. ആ ഡിസ്പ്ലേൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മാറ്റ് സർഫസ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. മിക്ക ആളുകൾക്കും നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആവും. കാരണം കേസിൻ്റെ RGB സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിലോട്ട് അടിക്കില്ല. പിന്നെ സ്ട്രീമേഴ്സും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് അവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് കാര്യങ്ങളൊന്നും ഇതിൽ റിഫ്ലക്റ്റ് ചെയ്ത് ക്യാമറയിലോട്ടൊന്നും അടിക്കില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ് ഇതിൽ ഗെയിം കളിക്കുന്ന എക്സ്പീരിയൻസ്. 75 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 75 Hz നമുക്ക് ഗെയിംസ് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഗെയിം മോഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഷാഡോ ഓഫ് ദി ടോം റൈഡർ ഒക്കെ കളിക്കുന്ന സമയത്ത് അതിൻ്റെ എഡ്ജ് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് കേബിൾ മാനേജ്മെന്റിനുള്ള ആ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി മോണിറ്റർ ആണ്. അഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് കുറച്ച് പറയാം. ആദ്യം തന്നെ എനിക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത്
ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് ടിൽറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ട് എടുത്തു പറയാനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് SRGB സർട്ടിഫൈഡ് അല്ല, അത് മാത്രമാണ് എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലാത്തൊരു എടുത്തു പറയാനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല മോണിറ്ററാണ്. പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോണിറ്ററാണ് LGയുടെ ഒരു മോണിറ്റർ. ഇതിലാറെ കുറച്ചുകൂടെ ഒരു 500 രൂപയുടെ കൂടുതലുണ്ട്. അതിന് കുറച്ചുകൂടെ സെറ്റിങ്സ് ചെറുതായിട്ട് കുറച്ച് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. ബാക്കി ഡിസ്പ്ലേ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. പിന്നെ അത് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു സാംസങ് ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഫുള്ള് സാംസങ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈസിന് ഈ ഒരു സാംസങ് മോണിറ്റർ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് ഓർഡർ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ഏസറിൻ്റെ ചെറിയൊരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററാണ്. അതൊന്നും വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല. ഞാൻ അതിൻ്റെ റിവ്യൂസും കമ്പയർ ചെയ്തൊക്കെ നോക്കിയ സമയത്ത് ഇതാണ് അതിൽ ഏറ്റവും നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിന് വരുന്ന ഏറ്റവും നല്ല മോണിറ്റർ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമുള്ള അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി കുറച്ച് അൺബോക്സിങ്സും അതുപോലെ തന്നെ നമ്മുടെ PCയുടെ ഓവറോൾ സെറ്റപ്പ് വീഡിയോ വരാനുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മുടെ Instagram ID അങ്ങനത്തെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. സീ സൂൺ. ബൈ.